പിന്നെ ഒരു ജനറലി ഒരു വറി എന്ന് പറയുന്നത് ഇപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്തു, അത് അത് സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്നുള്ള ഒരു റിസൾട്ട് വന്നു. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തന്നെ വരുന്നതായിട്ട് കാണുന്നു. അപ്പം പറയുന്നത് ഇത് എല്ലാ ടെസ്റ്റും സ്കാനും ഒക്കെ ചെയ്ത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ ഉറപ്പ് വരുത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഉറപ്പ് കിട്ടി എന്നുള്ളതിൽ എന്തെങ്കിലും എററുണ്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലാവാതെ പോകുന്ന? ഇപ്പൊ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്ന ആൾക്ക് ഇപ്പൊ അയാൾക്ക് ഒരു 50 വയസ്സിലാണ് കണ്ടെത്തിയത്. അയാൾക്ക് 40 വയസ്സിൽ നോക്കുമ്പോൾ അത് ഉണ്ടായിരുന്നിരിക്കുകയല്ല. പക്ഷേ ഈവൻ 1 ഇയർ ബാക്ക് നോക്കുമ്പോൾ PSA നോക്കിയപ്പോൾ നോർമൽ ആയിരുന്നിരിക്കാം. അത് കഴിഞ്ഞ് ഈ 25-ലെ PSA നോർമൽ ആയിരുന്നു, 26-ലെ ഈ PSA കൂടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അന്നില്ലായിരുന്നു, ഇന്നുണ്ടായി. പക്ഷെ ഇന്നിപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു, അത് കഴിഞ്ഞിട്ട് അത് മാറി, PSA നോർമലായി. നമ്മൾ പ്രോസ്റ്റേറ്റ് എടുത്ത് കളഞ്ഞു, ഇമ്മീഡിയറ്റ്ലി തന്നെ അത് നെഗറ്റീവ് ആകണമെന്ന്. അതായത് നമ്മൾ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ പല രീതിയിൽ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യും. നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യും, റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള പെരിനിയൽ ഇൻസിഷൻ വഴി ചെയ്യാം, എക്സ്റ്റേണലി ആയിട്ട് ചെയ്യാം. ഇതിൽ ഏത് ചെയ്തു കഴിഞ്ഞാലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ സെയിം. അത് ടെക്നിക്കൽ വ്യത്യാസങ്ങളും പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനും മാത്രമേ വ്യത്യാസം വരുള്ളൂ. റോബോട്ടിക് അസിസ്റ്റഡ് ആണേലും മറ്റേ ലാപ്രോസ്കോപ്പിക് ആണേലും അല്ലാത്ത കൺവെൻഷൻ രീതിയിലാണേലും ഒക്കെ പ്രോസ്റ്റേറ്റിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ അതിനപ്പുറത്തേക്ക് സ്പ്രെഡ് ഒന്നും വന്നിട്ടില്ല. ആ സർജറി സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ PSA നെഗറ്റീവ് ആകും. പക്ഷെ എന്നാലും നമ്മൾ PSA നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ്. കാരണം വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പം പലരിലും ഈ എടുത്തു കളഞ്ഞു കഴിയുമ്പോൾ തന്നെ PSA ചിലരിലും നമ്മൾ കാണാറുണ്ട് ഫുള്ളി നെഗറ്റീവ് ആകുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസറിന് ഒരു സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു പെറ്റ് സ്കാൻ എടുക്കേണ്ടതാണ്. അപ്പോൾ പെറ്റ് സ്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ ബോണില്ല, മിക്കവാറും ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റിന്റെ സെക്കൻഡറീസ് വരുമ്പോൾ ബോണിലാണ്. അപ്പോൾ പലർക്കും ബോണിൽ സെക്കൻഡറീസ് ഉണ്ടാവും. അപ്പം ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഒത്തിരി കുറച്ചുകൂടെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജ് അല്ല സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ അഡേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറില്ല. സർജറി കൊണ്ട് ഫുള്ളി ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് ചെയ്യാറില്ല. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് സർജറീസ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിൽ സർജറി ഇത് ചെയ്താലും PSA കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയാൽ നമുക്കെടുക്കാം, അത് പോയെന്ന്. പക്ഷെ നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നില്ല. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.